കണ്ണേട്ടനും അമ്മയ്ക്കൊന്നും നഷ്ടപരിഹാരം വേണമെന്ന് വലിയ താല്പര്യമൊന്നുമില്ലല്ലോ. എന്നാ എനിക്ക് താല്പര്യമുണ്ട്. നിന്റെ അച്ഛനും എന്റെ അമ്മാവനും തരുന്ന നഷ്ടപരിഹാര തുക മാത്രമല്ല, ഞാൻ ആഗ്രഹിച്ച സ്വത്ത് മുഴുവൻ എനിക്ക് കിട്ടണം. എന്റെ തറവാട്ട് വക സ്വത്തുക്കള്. അതൊക്കെ ഇനി കിട്ടുമെന്ന് ഉണ്ണിയേട്ടന് തോന്നുന്നുണ്ടോ? എന്റെ പ്രതീക്ഷ ഇപ്പോഴും അസ്തമിച്ചിട്ടില്ല. എനിക്ക് ആരോഗ്യമുള്ളിടത്തോളം കാലം, എന്റെ തലച്ചോറ് നന്നായി പ്രവർത്തിക്കുന്നിടത്തോളം കാലം ഞാൻ എന്ത് മോഹിച്ചോ അതൊക്കെ നേടിയെടുക്കാൻ വേണ്ടി എന്നെ കൊണ്ട് കഴിയുന്നതൊക്കെ ഞാൻ ചെയ്യും. എന്റെ അച്ഛനെ കൊണ്ട് ഭിക്ഷ എടുപ്പിക്കോ നിങ്ങള്? എന്റെ അച്ഛനെ കൊന്നവനല്ലേ, അപ്പോ അയാളെ തെണ്ടിത്തിരിയുന്നത് എനിക്ക് സന്തോഷം തന്നെയാ. ഉണ്ണിയേട്ടന്റെ അച്ഛനാണെന്നും പറഞ്ഞാണോ 10-20 വർഷം മുൻപ് എന്റെ അച്ഛൻ അത് ചെയ്തത്? അല്ലെങ്കിൽ തന്നെ അച്ഛനെ കൊണ്ടത് ചെയ്യിച്ചതല്ലേ? നിങ്ങളൊക്കെ എത്രയോ തവണ നിങ്ങളുടെ ഏട്ടനെ ഏട്ടത്തെയൊക്കെ കൊല്ലാൻ നോക്കിയിട്ടില്ലേ? ഓരോന്ന് പറഞ്ഞ് നീ എന്നെ നാവടപ്പിക്കാൻ നോക്കണ്ട. എന്നെ സംബന്ധിച്ചിടത്തോളം പണമില്ലാത്തവന് ജീവിതമില്ല. എല്ലാ ബന്ധങ്ങളുടെ അടിസ്ഥാനം സാമ്പത്തികം തന്നെയാ. അതുകൊണ്ട് എനിക്ക് ആര് സ്വത്തും പണവും തരാമെന്ന് പറഞ്ഞാലും ഞാൻ അവരെ സ്നേഹിക്കും, അവർക്കൊപ്പം നിൽക്കും. പിന്നെ നമ്മുടെ രണ്ടുപേരുടെ പേരില ബാങ്കിൽ ലോക്കർ എടുത്തിരിക്കുന്നത്. ഒരു കാരണവശാലും ഞാനില്ലാത്തപ്പോ പോയി ഒപ്പിട്ട് സ്വർണ്ണം എടുക്കരുത്. അതെന്താ അങ്ങനെ? നീ ആ സ്വർണ്ണമൊക്കെ എടുത്ത് നിന്റെ അച്ഛന്റെ കേസ് നടത്തില്ല എന്ന് ആർക്കറിയാം. മിക്കവാറും അതൊക്കെ വേണ്ടി വരും. കേസ് നടത്താനും നഷ്ടപരിഹാര തുക തരാനും. അതുകൊണ്ടാ ഞാൻ പറഞ്ഞത് നഷ്ടപരിഹാരം വാങ്ങാതിരുന്നൂടെന്ന്. അതൊരിക്കലും പറ്റില്ലെന്ന് ഞാൻ പറഞ്ഞു കഴിഞ്ഞല്ലോ. ഇനി അതേപറ്റി കൂടുതൽ സംസാരമൊന്നും വേണ്ട. എന്റെ ഏട്ടനത് വേണ്ടെന്ന് വെക്കാം, ഏട്ടന്റെ ചെലവിൽ കഴിയുന്ന അമ്മയ്ക്കും. എന്നാലേ എന്റെ കാര്യം അങ്ങനെയല്ല. ഇപ്പൊ ഒരു മാസാമാസം തരുന്ന ശമ്പളം കൂടി എടുത്തു കളഞ്ഞാലേ പിന്നെ എനിക്ക് മറ്റുള്ളവരുടെ മുമ്പിൽ കൈനീട്ടേണ്ട അവസ്ഥയാ. അപ്പോഴും വീട് നോക്കുന്നത് കണ്ണേട്ടനല്ലേ? അതുകൊണ്ട് കാര്യമില്ല. എന്തെങ്കിലും ആവശ്യം വരുമ്പോ അത് നടത്താനുള്ള പണം നമ്മുടെ കയ്യിൽ ഉണ്ടാവണം. എന്നിട്ട് അങ്ങനെ നടത്തുന്നുണ്ടോ? കയ്യിലിരിക്കുന്ന കാശുകൊണ്ട് ഇതുവരെ നിങ്ങൾ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ ഉണ്ണിയേട്ടാ? എന്നോട് വെറുതെ തർക്കിക്കാൻ നിൽക്കാതെ നീ പോവാൻ നോക്ക്. എനിക്ക് ഇത്തരം കാര്യങ്ങൾക്കൊന്നും മറുപടി പറയാൻ താല്പര്യമില്ല. പിന്നെ നിന്നെ ഞാൻ കല്യാണം കഴിച്ചതേ നിന്റെ ചന്തം കണ്ടിട്ടൊന്നുമല്ല, നിന്റെ ബാക്ക്ഗ്രൗണ്ട് അറിഞ്ഞിട്ട് തന്നെയാ. 5 ക്വാറി, 6-7 ലോറികൾ, കണ്ണായ സ്ഥലത്ത് പറമ്പുകൾ, അതൊക്കെ ശരിക്കും ചോദിച്ച് മനസ്സിലാക്കിയിട്ട് തന്നെയാ കരുണാലയത്തിലെ പ്രതാപചന്ദ്രന്റെ മോള് എന്റെ ഭാര്യ ആയിക്കോട്ടെ എന്ന് ഞാൻ കരുതിയത്. അതൊക്കെ കേസ് നടത്തി പോവുമെങ്കിൽ ആ കേസിന്റെ അവസാനം കോടതി വിധിയില് വലിയൊരു നഷ്ടപരിഹാരം ഞങ്ങൾക്ക് തരാന്ന് വെച്ചാ അതിങ്ങ് പോരട്ടടി. അതൊരു നല്ല കാര്യമല്ലേ? ഇനി നിന്റെ അച്ഛനും മുത്തശ്ശിക്കൊക്കെ ഒരു ജീവിതവും ഇല്ല. എല്ലാം വിറ്റുപെറുക്കിയിട്ട് ഏതെങ്കിലും അനാഥാലയത്തിൽ പോയി കിടക്കട്ടെ. അല്ലെങ്കിൽ തന്നെ വാർദ്ധക്യ അനാഥാലയത്തിൽ കൊടുക്കുന്ന കാലമാണിത്. പിന്നെ അവര് മാത്രം എന്തിനാ അതിനൊരു അപവാദമാവുന്നത്? അവരും അനാഥാലയത്തിൽ കിടന്ന് മരിക്കട്ടെ. എല്ലാം കഴിയുമ്പോൾ നമുക്ക് പോയി അവരുടെ കർമ്മങ്ങൾ നടത്താം.